ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, മുഖത്ത് മരുന്ന് കളിച്ചിട്ടുണ്ട്. ആളിപ്പോ നല്ല സുഗന്ധിദ്രയില. ഏതായാലും വഴിയറിയാതെ വന്ന ആളാ. അല്ലെങ്കിൽ അസമയത്ത് ശിവകാവി കയറുവോ? അതും വെള്ളിയാഴ്ച സിദ്ധയോഗികളുടെ ആത്മാവ് പൂജക്കിറങ്ങുന്ന ദിവസം. വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യില്ലേ? ഈ യക്ഷി ആത്മാവിനൊന്നും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല. ഇത് യക്ഷി ആത്മാവൊന്നല്ല, ആ ദിഗംബരനാ. അയ്യോ, ഈ കുട്ടിയല്ലേ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞത്? അതെ. ഓ, പിന്നെയും കോംപ്ലിക്കേഷൻ. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന കുട്ടിയല്ലേ ഈ നിൽക്കുന്നത്? ഈ കുട്ടിയുടെ മൈൻഡാ കിഡ്നാപ്പ് ചെയ്തത്. ഇത് വെറും ബാഡി. ദിഗംബരന്റെ പോക്കറ്റിലെ ഈ കുട്ടിയുടെ മനസ്സ്. രാത്രിയിൽ ഇരുട്ടത്ത് ഇറങ്ങി അങ്ങ് നടക്കും. പകലാണെങ്കിൽ ഓർമ്മയും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മനസ്സ് തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞ് ദിഗംബരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. പറ്റിയിട്ടില്ലല്ലോ. അതിനുള്ള ധൈര്യം ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസുകാരനുണ്ടെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടേനെ. നീ ഒന്ന് പോടാ വീട്ടിലേക്ക്. ഒരു അഭിപ്രായക്കാരൻ വന്നിരിക്കണം. അവൻ അവിടെ നിന്നോട്ടെ. നിങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇയാളെ ദിഗംബരൻ ചതിച്ചതാ. അവന്റെ മണം എനിക്ക് തിരിച്ചറിയാം. പേടിക്കണ്ട പേടിക്കണ്ട, കണ്ണു കാണാത്ത ഊമയാ. ഞാൻ എവിടാ? ശിവകാവിന്ന് കിട്ടിയതാ നിങ്ങളെ. ബോധമില്ലാതെ കിടക്കായിരുന്നു. വീട്ടിലെ ഞാൻ അവനെ. കഴിഞ്ഞതെന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സ്ത്രീ. എനിക്ക് മാടമ്പിയിലേക്കുള്ള വഴി ആരെങ്കിലും പറഞ്ഞുതരാം? മാടമ്പിയിലേക്കുള്ള വഴിയോ? മാടമ്പിയിലേക്കോ? മാടമ്പിയിലേക്കുള്ള വഴി പറഞ്ഞു തന്നാ മതി. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ഫോട്ടോ ദേ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?